സ്റ്റേഷനാണ്. ഇത് ഇവിടെ പ്രധാനപ്പെട്ട സൻസദ് മാർഗിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എം പിമാരെ ഇപ്പോൾ ഇറക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ബസ്സിൽ ഉള്ള എം പിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാൻ കഴിയും. സന്തോഷ് ഒരു മര്യാദയില്ലാതെ അറസ്റ്റ് ചെയ്തു, ഒരു മര്യാദയില്ലാതെ രണ്ടു എംപിമാർ ബോധരഹിതരായി. ഈ പ്രക്ഷോഭം ശക്തിപ്പെടും. മോഡി ഗവൺമെന്റിന് ഈ പ്രക്ഷോഭത്തിന് പേടിയാണുള്ളൊരു തെളിവാണിത്. 100 മീറ്റർ പോലും നടക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ കസ്റ്റഡിയിലുള്ള സന്തോഷ് ആണ് നമ്മളോട് ഇപ്പോൾ അല്പസമയം മുമ്പേ സംസാരിച്ചത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാം, ഈ ഒരു അതീവ സമര അന്തരീക്ഷം തന്നെയാണുള്ളത്. ഏതായാലും നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഇത്രയും ഒരു സമര വീര്യത്തോടെ എം പിമാർ ഇറങ്ങുന്നത് നമ്മളൊരു കാര്യമാണ്. ഇതൊരു സാധാ സമരമല്ല. എല്ലാ രീതിയിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കേരള എം പിമാരടക്കം കടന്നു പോകുന്നത്. ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധം ഉള്ളിൽ കത്തുന്നു എന്ന് തന്നെ വേണം. കാരണം എം പിമാർ ഇത്ര ശക്തത്തോടെ പ്രതിഷേധിക്കുന്നത് അത്യപൂർവമാണ്. ആ പാർലമെന്റ് സ്ട്രീറ്റിലും പാർലമെന്റ് റോഡിലും അതെ പോലീസ് സ്റ്റേഷനിലും അത് പ്രതിഷേധിക്കാൻ തയ്യാറാണ് എന്ന് വിളിച്ചോന്ന ഒരു രംഗങ്ങളാണ് നമ്മളിപ്പോൾ സ്വാതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ 11:30 മണി മുതൽ ഇതുവരെയുള്ള എല്ലാ സംഭവവികാസങ്ങളും രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്. തങ്ങളുടെ പ്രതിഷേധം, എം പിമാരുടെ പ്രതിഷേധം, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള പ്രതിഷേധം, നരേന്ദ്രമോദി സർക്കാരിനുള്ള പ്രതിഷേധം തുടങ്ങിയ എല്ലാ പ്രതിഷേധങ്ങളുടെയും ഒരു ആകത്തുക ഇന്ന് എംപിമാർ അണപെട്ട് ഒഴുകി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് നമ്മളെ സംഭവിക്കുന്നത്. ശരത്ലാൽ, എന്തായാലും രാജ്യവ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഡൽഹി തലസ്ഥാനത്ത് തെരുവിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എം പിമാരെ എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ വി കെ ശ്രീകണ്ഠൻ എം പി അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ആ തുടർ നടപടികൾ എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്.